എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? തങ്കമണിക്ക് സുഖമില്ല. നിങ്ങൾ വൈദ്യുതി വിളിക്കണ്ട. മോളെ കുട്ടിക്ക് എന്തേ പറ്റേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി? എവിടെ? ഇവിടെ. എനിക്കല്ല, ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ. എന്താ എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പിയ തരും. നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം കയറി നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടുന്ന്. തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകത്തില്ല. 4000 മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാശൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാടുമുറുക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാരത് പേരക്കുട്ടി ജനിക്കാൻ പോണെന്ന്. വടിനോട്ടക്കാരൻ ഉൽപ്പലാശനാണ് എന്റെ പരിവകരുത്. ഇനി ഞാനൊരു കളി കളിക്കോടി വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കച്ചിൽ ഉൽപ്പലാശൻ താലി കെട്ടും. ഓരോ ഇനി മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ട് ഇരുന്നോളൂ. കൈയൊന്നും നിൽക്ക. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റി കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? അമ്പിയും ഉൽപ്പലാക്ഷനും തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട. അത് ഞാൻ ഏറ്റു. എങ്കിൽ പോവാ. നാടൊട്ടും കല്യാണം ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. അതും ഞാൻ ഏറ്റു. ലംബോദര, ഓ, എല്ലാം കേട്ടല്ലോ? കേട്ടു. എന്നാ ഇനിയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാതെ ഒന്ന് ഉഷാറാവുക. മോളുടെ കല്യാണല്ലേ വരുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഭവം നടന്നിട്ടില്ല. അതും തറവാട്ടി പറഞ്ഞ 2 പെൺകുട്ടികള് കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെയാ. ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്? എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? അറിഞ്ഞില്ലേ അംബികയുടെ തങ്കമണിയുടെ വിശേഷം? അതുവരെ ഞാൻ അറിയാണ്ടിരിക്കോ? അതെന്താ അങ്ങനെ? ഇനിയിപ്പോ ഞാനായിട്ടൊന്നും മറച്ചു വെക്കില്ല. ഞാനല്ലേ അതിന് കാരണക്കാരൻ. അത് ശരി. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടികളെ എനിക്ക് കല്യാണം കഴിച്ചേരണം. അക്കാര്യം ഞങ്ങൾ ഏറ്റു. വലിയ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ എന്റെ പെങ്ങളെ പറ്റി അബോധം പറയലടാ. എന്റെ അളിയനോടല്ലടാ. ഇതിനൊക്കെ കാരണക്കാരനാ ഉൾപ്പെടാത്തതാണ്. ഇതാരാ? ഞാൻ അലക്സാണ്ടർ. നിങ്ങൾ ആഷ്ലി വൈദ്യരല്ലേ? എല്ലാരും അങ്ങനെയാ വിളിക്കുക. നിന്റെ മഷിനോട്ടക്കാരൻ ആ കളത്തിന്റെ
വൈദ്യരുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? നീ എന്താണെന്ന് പോയി നോക്കേ. ഉൽപ്പലാക്ഷ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? പറയാനാ പറഞ്ഞത്. ഇത് ഞാനാ ജോയിക്കുട്ടി, അലക്സാണ്ടർ. നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? ജീവനോടെ നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കും. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇവരെ ജോയിക്കുട്ടി, ഇവൻ എന്റെ കള്ളക്കടത്ത് ശൃംഖലയിലെ ഒരു അംഗമായിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവുമായി ഇവൻ മുങ്ങി. ഇവിടെ നിങ്ങളുടെ മഷിനോട്ടക്കാരനായി പൊങ്ങിയിരിക്കുക. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. പിടിച്ച് കേക്കടാ ഇവനെ. ഇങ്ങോട്ട് ഇറങ്ങണ. അലക്സാണ്ടർ കൂട്ടുവാ. വേഗം പോയി കുറെ ആളെ വിളിച്ച് കൂട്ടാൻ നോക്ക്, അല്ലെ സംഗതി കുഴപ്പമാവും. ഇവിടെ വൈദ്യരെ അല്ലെ ഇങ്ങളിപ്പോ പുറത്തിറങ്ങി. അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഉൽപ്പലാക്ഷൻ എവിടെ കൊണ്ടുപോകും. താൻ വേഗം പോയി കുറച്ച് ആളുകളെ വിളിച്ചോണ്ടോ. അതുവരെ ഇവരെ ഞങ്ങൾ അറിഞ്ഞോളാം. താൻ വീഴ്ചക്കാ ചെല്ലടോ. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോകാൻ കുറെ ആൾക്കാർ വന്നിരിക്കുന്നേ. നാരായണി തള്ളയച്ചതാണെന്നാ തോന്നുന്നേ. നിങ്ങൾ വേഗം വന്ന് രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളെ വയറ്റിൽ കിടക്കണ കൊച്ചിന് അച്ഛനുണ്ടാവില്ല. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോവാൻ കണാരൻകാരനോട് ആളെ അയച്ചിരിക്കുന്നത്. അവൻ അത്ര നിൽക്കാരോ? കുറെ ആളെയും കൂട്ടി നമ്മൾ ഉടനെ അവിടെ എത്തണം. ലംബോദയ, ഉടനെ ആളെ ഏർപ്പാട് ചെയ്യേ. എന്താ തുറച്ചു നോക്കുന്നേ? എന്താ നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എന്റെ ഭാര്യയെ തല്ലി. ലംബോദര, നിന്നെ ഞാൻ പറയടി, പറ. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ഒരു ചുറ്റും ചെയ്യില്ല. ഇത് ഞാൻ കുറെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ മുഖത്ത് ഒരു അടിയടിച്ച് പടിയിറങ്ങി പോകാതെ ഇത്രയും കാലം ഇവിടെ എല്ലാം സഹിച്ചു നിന്നത് എന്റെ മക്കളെ ഓർത്താണ്. ഇവരെ തന്തയില്ലാത്തവരും നാട്ടുകാർ പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ ചടഞ്ഞുകൂടി കിടന്നത്. തുള്ളി തുള്ളി സ്വന്തം മകൾക്ക് ഗർഭം വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ നീ? നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഇനി ഇവർക്ക്? ഇനിയും നിന്നെ കയറൂരി വിട്ടാലേ ഈ നാട് മുടിക്കുന്നു. വൈദ്യരെ, ഇനി ഞാൻ പറയുന്നത് ഇവിടെ നടക്കും. അല്ല, ഞാനിനി എങ്ങോട്ടാ നടക്കേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ കവലയിലേക്ക് തന്നെ നടന്നു. ഞാൻ കുറെ ആളുകളുമായി പിന്നാലെ വരാം. അത് മതി. നാരായണി, കൊടപടി പിടിക്കടി ചൂരേ. മക്കളും വാ. ധൈര്യം
പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ? വാ, ഇനി നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ മോളുടെ കാര്യം അങ്ങനെ കൊണ്ടുപോകാൻ മരട്ടളിയാ. അളിയനും അളിയന്റെ പെങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവര് പറയും. അല്ലേ പള്ളിദാഷ? അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചാലും വലിയ തിരിച്ചടി കണാരേട്ടനും നാരായണി അടത്തേക്കും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാ. അങ്ങനെയൊക്കെ അവസാനിപ്പിച്ചാൽ എങ്ങനെയാ? എന്റെ മോള് തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കണോ? ദൈവമേ, നമ്മുടെ മോള് വഴിയാതാരായല്ലോ. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗർഭിണികളല്ല. എനിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ 4 പേരും വന്ന് വർഷങ്ങളായുള്ള അവരുടെ പ്രണയകഥ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാനും പങ്കജാക്ഷനും വൈദ്യരും ചേർന്ന് മഷിനോട്ടം പോലെ തന്നെ നടത്തിയ മറ്റൊരു നാടകമായിരുന്നു ഇത്. സഹായത്തിന് എമ്പോരും ചേട്ടനും ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. വൈദ്യരെ, വൈദ്യരെ ഇങ്ങോട്ട് വന്നേ. ഒരുപാട് ഏഷണി പറഞ്ഞ് പിരിച്ചതല്ലേ, ആ കൈ ഇങ്ങി പിടിക്ക്. ഞാൻ പിടിക്ക്. എമ്പോരും ചേട്ടാ, നാരായണേട്ടത്തിന്റെ കൈ പങ്കേഷ, ഇനി നമുക്ക് കൂട്ടിച്ചേർക്കല്ലേ? ഇനിയെങ്കിലും എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റൂ. ആരാ ഉരുളി കെട്ടത്?